ഡൗറിയുടെ കേസും പറഞ്ഞിട്ട്. അപ്പം അതിനെതിരെ ഡൗറി എന്നുള്ള അതിനെതിരാണോ, അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഗെയിൻസ്റ്റ് ആണ്. കാരണം ഞാൻ ആ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടായിരുന്നു. ഭയങ്കര ചീപ്പാണ്. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരാളുടെ വീട്ടിലേക്ക് കയറി വരുവാണ്. തീർച്ചയായിട്ടും. എന്നിട്ട് അവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയത് പോരാ, എനിക്ക് ഇനിയും കിട്ടണം എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി എന്താണ്, എത്ര കിട്ടിയാലും ആർത്തി മാറാത്ത കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ദയവ് ഇത് കല്യാണം കഴിക്കാൻ പോകരുത്. കിട്ടാൻ വേണ്ടി കുറേ മർദ്ദനങ്ങൾ ആ കുട്ടി ഏറ്റു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് കണ്ടായിരുന്നു, ആ ഒരു ഏതെങ്കിലും ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അപ്പം വിഷമം തോന്നിയ കാര്യം കുറേ അധികം ഉറപ്പായിട്ടും തലയിലൊക്കെ ഇടിച്ചതായിട്ടാണ് പറഞ്ഞത്. അപ്പം കല്യാണി അങ്ങനെയൊക്കെ മാനസികാവസ്ഥയുള്ള ആൾക്കാർ എന്ത് പറയാനാണ്. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പൊ കല്യാണി ഇപ്പം വിവാഹം കഴിക്കാൻ പോവാണ്. അപ്പൊ വരുന്ന ആള് ഡൗറി ഒന്നും ആദ്യം വേണ്ടാന്ന് പറയുന്നു. പക്ഷെ ചെന്ന് കയറുന്ന വീട്ടിൽ അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകുന്നു. ഒരു കലാകാരിയാണ്, ഡൗറിയിൽ കൂടുതൽ എതിർത്തിക്കുന്ന ഒരാളാണ്. എങ്ങനെ പ്രതികരിക്കും? ഉറപ്പായിട്ടും ഞാനത് സഹിച്ച് അവിടെ നിൽക്കില്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫ് എനിക്ക് നോക്കണം. അവിടെ നിന്ന് പോയാൽ ചിലപ്പം നാളെ എനിക്ക് എന്ത് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇപ്പം ഒരുപാട് പൈസ, ഒരുപാട് കാശ് വേണം, സ്വത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ നാളെ എന്തും ചെയ്യാം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പാർട്ട്ണറെ എനിക്ക് ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ വെക്കും. അപ്പം എങ്ങനെയുള്ള പാർട്ട്ണറാണ് കൂടുതൽ? കാര്യം ക്വാളിഫൈഡ് ആണോ, അല്ലെങ്കിൽ നല്ല ജോലി വേണോ, സൗന്ദര്യം വേണോ, അങ്ങനെയൊക്കെയുള്ള ഇപ്പം കുട്ടികൾക്ക് അങ്ങനെ നിങ്ങൾക്കുള്ള പ്രായം? ഇപ്പം എനിക്കൊന്ന് കല്യാണിക്ക് ഒരു 25-26 ഏജ് കാണും, എൻ്റെ പ്രോസ്പെക്റ്റിൽ പറയുകയാണ്. അതിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും ചിന്ത എങ്ങനെയുള്ള ഒരാളെ വേണമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് തോന്നും. അതായത് നമ്മൾ വളരെ ടീനേജ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചോക്ലേറ്റ് ബോയ് ആയിരിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ല. ഓരോ പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്കത് മാറി മാറി വരും. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഏത് പ്രായത്തിലെത്തിയിരിക്കുന്നത്? ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ കരിയർ അതെനിക്ക് കല്യാണം കഴിഞ്ഞാലും എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് എനിക്ക് പറ്റണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും. അപ്പോൾ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ ഓഫ് കോഴ്സ് കെയറിങ് ആയിരിക്കണം, ലവിങ് ആയിരിക്കണം. അതൊക്കെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. മെയിൻലി നിങ്ങളെ ഈ ഒരു മേഖലയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മേഖലയാണ്, സപ്പോർട്ടിങ് കുറവുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് രാവിലെ ഞങ്ങൾ ഒരു 6:30 തൊട്ട് നൈറ്റ് 9:30 വരെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഫാമിലിയിൽ മാത്രമേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ പറ്റൂ. എല്ലാവർക്കും ആ ഒരു മനസ്സുണ്ടാവണം എന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ കരിയറും ആ ഒരു ഇതും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്ന് എനിക്കുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ ഭയങ്കര വലിയ ജോലി ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ പറ്റണം, അങ്ങനെയൊക്കെ എനിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര അങ്ങനെ ഒരു ഡ്രീമോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ വരുന്ന കോൺട്രവേഴ്സീസൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? കാര്യം ഇപ്പോൾ എനിക്ക് കല്യാണിയുടെ ഒരു ഫോട്ടോ ഇപ്പോഴല്ല, ഒരു 6-7 മാസം മുൻപ് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ എല്ലായിടത്തും നോക്കിയായിരുന്നു. അപ്പം ഏത് ചാനൽസാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനകത്ത് കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള കുറേ കല്യാണിയെക്കുറിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസ്, മോഡൽ ഫോട്ടോസ്, അതായത് കുറേ ജീൻസും അല്ലെങ്കിൽ കുറേ വെസ്റ്റേൺ മോഡൽസ് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുള്ളൊരു കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നു. ഇവളെന്താണ് ഇങ്ങനെ, ഇവള് ഭയങ്കര പുണ്യാളത്തിയാണല്ലോ ചമഞ്ഞ് നടക്കുന്നത്, അങ്ങനെ ഇപ്പം ഇങ്ങനെയുള്ള ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു കമൻസ് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് എടുത്തു കൊണ്ടുവരാൻ മറന്നുപോയി. ഞാനത് ഇന്നലെയാണ് ഞാനത് കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? കാര്യം അതങ്ങനെ കണ്ടിരുന്നോ കണ്ണിൽ അങ്ങനെ ഫോട്ടോസൊക്കെ വന്നത്? പക്ഷെ അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് താങ്കൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന പോസ്റ്റ് ഞാനത് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കോൺട്രവേഴ്സിയുടെ ഒന്നും പറയാനില്ല. കാരണം അത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ലൈഫിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പം നമ്മൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവാം, ഇഷ്ടം പോലെ ഉണ്ടാവാം. അപ്പം ആദ്യമൊക്കെ അത് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ എന്നാലും അതെന്താ അങ്ങനെ പറഞ്ഞത് അങ്ങനെ തോന്നുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ആരോ എവിടെയോ ഇരുന്ന് എന്തോ പറയുന്നു. പിന്നെ അതിനൊക്കെ നമ്മൾ എന്തിനാണ്, നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാൻ നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. അങ്ങനെ നമുക്ക് ഹേർട്ട് ആവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ്, നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാനായിട്ട്. അപ്പം അത് നോക്കി നമുക്ക് ഇരുന്നാൽ പോരെ എന്നുള്ളതായി. സാരി ഉടുക്കുന്നവർ എപ്പോഴും സാരി തന്നെ ഉടുക്കണമെന്നില്ലല്ലോ. അതെ, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഡ്രസ്സസ് നമുക്ക് യൂസ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അധികാരമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയുന്ന കമൻസ് പറയുന്ന ആൾക്കാരോട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക. എനിക്കൊന്ന് ഈ കമൻസ് ഇടാൻ വേണ്ടി മാത്രം കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന് ആയിരിക്കാം. ഇതും തുറന്നു വെച്ച് ഒരു പണി ഇല്ലാത്തവരാണ് ഇത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതും നോക്കി 24 മണിക്കൂർ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. ഇപ്പൊ ഈ കല്യാണത്തിനോടനുബന്ധിച്ച് എന്താണ്, നാത്തൂനാണോ? അല്ലല്ലോ, അല്ലല്ല, ആന്റിയാണ്. ആന്റിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്തു?
ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ജാസ്മിന് അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ അതെ ഇങ്ങ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പാർവതി എന്ത് ചെയ്താലും ഞാൻ അതിന് കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് പാർവതി എനിക്ക് ഇഷ്ടമേ അല്ല. പാർവതി എന്ത് ചെയ്താലും ഞാൻ അതിന് ഇനിയും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും, നന്നാവുന്നത് വരെ, ഞാൻ നന്നാവുന്നത് വരെ. ചേഞ്ചായ പാർവതി ഒക്കെ ഉണ്ട്. കാര്യം നേരത്തെ വേറെ പാർവതിയായിരുന്നു, ഇപ്പോൾ പുതിയ ആളാണ് വന്നിരിക്കുന്നത്. ലക്ഷ്മിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? ഏതൊരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെ നമുക്ക് ഒരു പേടി ഉണ്ടാവും. അത് നമുക്ക് ഒരു ലീഡ് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് മാറി വേറൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ എങ്ങനെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പേടി നമുക്ക് എല്ലാവർക്കും ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് അത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം ഇതിനകത്ത് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എനിക്ക് വന്നിട്ട് അപ്പോൾ അത് കൂടുതലായിട്ട് അതിൽ എക്സ്പ്ലോർ ചെയ്യണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ അത് ആ ഒരു ഹാഫ് വേയിൽ എനിക്കത് നിന്ന് പോകണം എന്ന് എനിക്കില്ല. എനിക്ക് ഇത് ടു ദ എൻഡ് എനിക്കത് പോകണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ അതെ എനിക്കത് പോകണം. അപ്പോൾ അതിനിടയിൽ ഈ ഒരു ആർട്ടിസ്റ്റ് ചേഞ്ച് ആയപ്പോഴത്തേക്കും ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗമാകുമ്പോൾ അത് ഞാൻ എടുക്കുന്ന ഇൻ്റർവ്യൂവും കുറച്ചുകൂടെ ആൾക്കാർ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം വേറെയാണ്. അതുപോലെ ആയിരിക്കും താങ്കൾക്കും. നമുക്ക് വ്യൂസ് കൂടുമ്പോൾ അത് അംഗീകരിച്ചു, ആൾക്കാർ സ്വീകരിച്ചു എന്നുള്ളതല്ലേ. കാര്യം ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കല്യാണ സെറ്റപ്പാണെന്ന് പറഞ്ഞാൽ അകത്ത് കയറിയപ്പോൾ ഞാൻ അനുചേട്ടനോട് പറയുണ്ടായി, അനുചേട്ടാ ഇത് നമുക്ക് കുറേ എടുക്കേണ്ടി വരും, കാര്യം ഇത് നമുക്ക് കുറേ വ്യൂസ് ഉണ്ടാക്കുന്നൊരു ഇൻ്റർവ്യൂ ആയി മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ പാർവതി മുന്നോട്ട് വരണം, അതുപോലെ തന്നെ അത് ടോപ്പിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ രണ്ട് ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നുമല്ല, തിരക്കുണ്ടെന്നറിയാം. ഈ കോള് വരുമ്പോൾ, വേറെ ചാൻസസ് വരുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടോ? മീൻസ് നമുക്കിപ്പോൾ ഇങ്ങനൊരു ചാൻസ്, ഇങ്ങനൊരു റോളുണ്ട്. സാധാരണ എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാവരും ജെന്യൂനായിട്ട് ആൻസർ പറഞ്ഞിട്ടില്ല. പക്ഷേ കല്യാണിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കോൾ ചെയ്യുമ്പോഴത്തേക്കിന് പേയ്മെൻറ്റ് മാത്രമല്ല അവർ നിങ്ങൾക്ക് വയ്ക്കുന്ന ഓപ്ഷൻ, നിങ്ങൾക്ക് ഇനിയും ചാൻസസ് തരാമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് വെക്കാറുണ്ടോ അല്ലെങ്കിൽ ചോദിക്കാറുണ്ടോ? അങ്ങനെ ഇപ്പം ചോദിക്കുന്നവരുണ്ട്, ചോദിക്കാത്തവരുണ്ട്. അപ്പോൾ ചോദിക്കുന്നവർ ചിലപ്പം അത്രയും ഫ്രോഡായിട്ടുള്ള ടീമായിരിക്കാം. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന വർക്ക് നമ്മൾ അതനുസരിച്ച് ചൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് വർക്ക് കിട്ടൂ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് വർക്ക് കിട്ടും. തീർച്ചയായിട്ടും. കല്യാണിക്കാൻ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും? അങ്ങനെ ചോദിക്കുന്നവർ അങ്ങനെ നല്ല റോള് വന്നിട്ട് അത് കാരണം കളഞ്ഞ ഏതെങ്കിലും കഥാപാത്രം വന്നിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അത് ആ ഒരു ലെവല് വേറെ നിൽക്കുന്ന സീരിയൽ വല്ലതും ആണോ? അല്ല, സീരിയൽ ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഒരു ഇതും എനിക്ക് തോന്നിയിട്ടില്ല. അതെ, സിനിമയിൽ. ആ സിനിമ ഹിറ്റായോ അതോ? സിനിമ ആ പടം ഇറങ്ങിയോ? ഹിറ്റായിട്ടുണ്ട്. അത് ഇറങ്ങിയായിരുന്നു. അത് നായികയായിട്ടാണോ വന്നത്? ഇത്രയും ഞാൻ ഒരു പോലീസിനോട് ചോദ്യം ചോദിച്ചല്ല. കാര്യം നിങ്ങളെപ്പോൾ ആൾക്കാർ തുറന്നു പറയും. ഇപ്പോൾ എല്ലാവരും തുറന്നു പറച്ചിലെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അറിയാമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ തുറന്നു പറച്ചിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും കഥാപാത്രം നന്നാവട്ടെ. ആ കുശുമ്പും കുന്നായ്മയും കുസൃതിയൊക്കെ ഉള്ളൊരു കഥാപാത്രം ഒരു 1000 എപ്പിസോഡ് പോട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും, അതായത് ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ എല്ലാവരും പാർവതി സീരിയൽ ഡെയിലി 6:30-ക്കാണ്, അതായത് സൺഡേയും നമ്മുടെ ടെലികാസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും 6:30-ക്കാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ സീരിയൽ കാണുക, ഞങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ഒരു നല്ലൊരു സ്റ്റോറിയാണ്. അപ്പോൾ അത് ഒരു വ്യൂസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അത് നിന്ന് പോകരുത് എന്ന് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ 2024 ആവുമ്പോഴത്തേക്കിനും തീരുമ്പോഴത്തേക്കിനും ഒരു 1000 രൂപ ചാൻസ് ഉണ്ട്. കാര്യം ഇനിയും മാസങ്ങൾ കിടക്കുകയാണ്. ആവട്ടെ.